കോൺഗ്രസ്സുകാര് തമ്മിൽ അടി കൂടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അടി മാറ്റി ഒരു മുന്നണിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ഇപ്പം ജോസഫ് വിഭാഗം കഴിഞ്ഞ മത്സരിച്ച ഏറ്റുമാനൂര്, ഇടുക്കി, ചങ്ങനാശ്ശേരി, കുട്ടനാട് ഈ 4 സീറ്റുകളും കോൺഗ്രസ് തിരിച്ചു മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇതിനിടെ മാണി ഗ്രൂപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമവും ഇതിനിടയിൽ കൂടെ നടത്തുന്നുമുണ്ട്. അതിനിടയിൽ ഈ ജോസഫ് വിഭാഗത്തിന് നല്ലപോലെ പ്രൊവോക്ക് ചെയ്യുന്നുമുണ്ട്. അപ്പം ഇപ്പൊ കോൺഗ്രസ്സുകാർ തമ്മിൽ അടി കൂടിയില്ലെങ്കിലും മുന്നണിയിൽ ഇപ്പം എന്തായാലും നാളെ അവർ യോഗം കൂടുന്നുണ്ട്. അപ്പൊ ആ യോഗം വളരെ നിർണായകമായിരിക്കും. എന്തായാലും ഇവിടെ അടുത്തടിക്കുള്ള സാധ്യത നമ്മൾ കാണുന്നില്ലേ? അടുത്ത അടിയിലേക്ക് പോവുക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 4 സീറ്റുകളാണ് ഇപ്പോൾ കോൺഗ്രസിന് തിരികെ വേണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 4 സീറ്റിനെ സംബന്ധിച്ച് ഒന്ന് ഇടുക്കിയിൽ ഇപ്പൊ നമുക്കറിയാം, ഇടുക്കിയിൽ നിന്ന് റോഷി അഗസ്റ്റിൻ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. അത് കേരള കോൺഗ്രസ് എമ്മിന്റെ ആള് തന്നെയാണ്, അതായത് LDFന്റെ സീറ്റാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ അവിടെ തോറ്റുപോയ നേതാവ് എന്ന് പറയുന്നത് ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഇപ്പൊ അത് MP ആണ്, അയാൾ കോട്ടയത്തു നിന്നുള്ള MP ആണ്. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ തവണ ഏകദേശം 5573 വോട്ടുകൾക്കാണ് ഫ്രാൻസിസ് ജോർജ് പരാജയപ്പെടുന്നത്. അതായത് ഇടുക്കി മണ്ഡലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. പിന്നീട് ഏറ്റുമാനൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റുമാനൂര് കഴിഞ്ഞ കാലത്ത് അതായത് VN വാസവൻ അവിടെ നിന്ന് MLA ആവുകയും പിന്നീട് മന്ത്രിയാവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അവിടെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കളം മറിയലുകൾ നടന്ന ഒരു സ്ഥലമാണത്. അതായത് നിരവധി ഏറ്റുമാനൂർ, അതെ, കോൺഗ്രസിന്റെ നിരവധിയായ പ്രവർത്തകർ, അതായത് 20-ലധികം പ്രവർത്തകർ കോൺഗ്രസ്, അതായത് ജോസഫ് ഗ്രൂപ്പ് വിട്ടിട്ട് മറിച്ച് അവർ കോൺഗ്രസ് എമ്മിലേക്ക് പോയ ഒരു സാഹചര്യം കൂടി ഏറ്റുമാനൂരുണ്ട്. അപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ജോസഫിന്റെ ടീമിന് അവിടെ വലിയ നേട്ടം, അതായത് കേരള കോൺഗ്രസ് ജോസഫിന് വലിയ നേട്ടം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള കൊഴിഞ്ഞുപോക്ക് അത് കൂടുതലായി ഇവർക്ക് ഗുണകരമായി മാറുന്നു. കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഗുണകരമായി മാറുന്നു, ജോസിന്റെ ഗ്രൂപ്പിന് ഗുണകരമായി മാറിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അവിടെയും വലിയൊരു പരാജയം, 5516 വോട്ടുകളുടെ പരാജയം അവിടെ ജോസഫ് ഗ്രൂപ്പിനുണ്ടായിട്ടുണ്ട്. പിന്നീട് കുട്ടനാട് ആണെങ്കിൽ തന്നെയും ഇങ്ങനെ ഈ പറയുന്ന പോലെ ചങ്ങനാശ്ശേരിയിൽ ഏകദേശം 6059 വോട്ടിനാണ് ചങ്ങനാശ്ശേരി പോയത്. പിന്നെ തോമസ് കെ തോമസിന് മുന്നിൽ കുട്ടനാട് അടിപതർന്നത് 5516 വോട്ടുകളുടെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ്. അപ്പൊ ഈ 4 വലിയ മെച്ചമൊന്നും ഉണ്ടാക്കാൻ ഈ പറഞ്ഞ ജോസഫ് ഗ്രൂപ്പിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം പലപ്പോഴായി മാണി ഗ്രൂപ്പ് കൈവശം വെച്ചിരുന്ന സീറ്റുകൾ തന്നെയാണ് ഇതെല്ലാം. എന്നിട്ട് തുടർന്ന് ഇനിയിപ്പോ കോൺഗ്രസ് ഇത് ആവശ്യപ്പെടുകയാണ്. കോൺഗ്രസ് പറയുന്നത് ഒരു വെച്ചുമാറ്റം എന്നുള്ള നിലയിലല്ല, ഈ 4 സീറ്റുകൾ കൂടി കോൺഗ്രസ് മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു നീക്കമാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതായത് നിലവിൽ 10 സീറ്റുകൾ വരെ കഴിഞ്ഞ തവണ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 10 സീറ്റില് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വിജയിപ്പിക്കാൻ കഴിഞ്ഞത് 2 സീറ്റ് മാത്രമാണ്. മോൻസിനെയും അതോടൊപ്പം തന്നെ ജോസഫിനെയും മാത്രമാണ്, ഈ 2 സീറ്റുകൾ മാത്രമാണ് ആകെപ്പാടെ കിട്ടിയതെന്ന് പറഞ്ഞു. PJ ജോസഫിനെയും അതുപോലെ മോൻസ് ജോസഫും, ഇവർ 2 പേരും മാത്രമാണ് ജയിച്ചത്. അല്ലാതെ വേറെ 8 സ്ഥാനാർത്ഥികളാണ് ജോസഫിന്റെ പൊട്ടിപ്പോയത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോസഫ് ഗ്രൂപ്പ് ദുർബലപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ദുർബലപ്പെട്ട ഒരു പാർട്ടിയെയും കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2 തവണ പരാജയപ്പെട്ടു, 3-ാം തവണയും കൂടി ഒരു പരാജയം ഏറ്റുവാങ്ങാൻ കഴിയുക ഒരു മാനസികാവസ്ഥയിലല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ UDF ഉള്ളത്. UDFനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായ സമീപനമായിരിക്കും. ഇനിയിപ്പോ ഒരു തീരുമാനം, നേരെയുള്ള തീരുമാനമല്ല എടുക്കുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ആത്മഹത്യാപരം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തവണ കൂടി അധികാരത്തിലേക്ക് എത്താൻ UDFനെ കൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി അപ്രസക്തമാകുന്ന ഒരു നിലയിലേക്ക് പോകും. പകരം കോൺഗ്രസിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഈ പറയുന്ന ഘടകകക്ഷികളാണ് എന്നൊരു പേര് വന്നു വീഴും. ഒന്നാമത് ദേശീയ തലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കോൺഗ്രസ് അത്ര മെച്ചപ്പെട്ട നിലയിലോ ശരാശരി നിലവാരത്തിലോ അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യം, ശശി തരൂരിന്റെ ഇത്രേ കാലം കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന പിന്നെ രാഹുൽ ഗാന്ധി അടക്കം കുടുംബവാഴ്ചയുടെ ഒരു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ശശി തരൂരിനെ പോലും നേരിട്ട് കണ്ട് ശശി തരൂരുമായിട്ട് ഒരു അനുനയ ചർച്ചയിലെത്തി ശശി തരൂരിനെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പം കോൺഗ്രസ് അങ്ങനെ പോലും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ദേശീയ തലത്തിലെന്നല്ല കേരളത്തിലും ദേശീയ തലത്തിലുമെല്ലാം ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി വളരെ ദുർബലപ്പെട്ട ഒരു സാഹചര്യത്തിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. തരൂരിന്റെ പോക്ക് കോൺഗ്രസിനെ ഒരു വല്ലാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പം ഈ ചില കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ശശി തരൂരിന്റെ കാല് പിടിക്കാൻ പോലും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തയ്യാറായത്. മല്ലികാർജ്ജുൻ ഖാർഗെ തയ്യാറായി എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെതിരായിട്ട്
AICC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ച ഒരാൾ കൂടിയാണ് ശശി തരൂര്. അപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിനായിട്ട് ഇറങ്ങിയിരിക്കുന്നതിന്റെ പിന്നിൽ അത് തന്നെയാണ്. അപ്പം ഇനി അങ്ങോട്ട് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലും ഇത് തന്നെ സംഭവിച്ചാൽ, അതായത് LDFന് ഒരു തുടർഭരണം കിട്ടിയാൽ, ഇപ്പൊ നിലവിലത്തെ സാഹചര്യം വെച്ച് പിന്നെ തുടർഭരണത്തിന് സാധ്യതയില്ല എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാനൊന്നും കഴിയില്ല. തുടർഭരണത്തിന് തന്നെയാണ് ഇപ്പോഴും സാധ്യത നിലനിൽക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 50 മുതൽ 56, 60 സീറ്റുകൾ വരെ ഇപ്പോഴും LDF നിന്നാൽ വിജയിക്കും. പിന്നെ ആകെ ഉള്ളത് പിന്നെ ഇതിലേക്കത്ത ഒരു 60 സീറ്റ് കൂട്ടിയാലും ആകെ ഒരു 11-12 സീറ്റിന്റെ ആവശ്യം മാത്രമേ LDFനെ സംബന്ധിച്ചിടത്തോളം വരുന്നുള്ളൂ, ജയിക്കാൻ വേണ്ടി വരുന്നുള്ളൂ. ബാക്കിയെല്ലാം CPMന്റെ കയ്യിലിരിക്കുന്നതാണ്. പിന്നെ CPI ഉണ്ട്, അതോടൊപ്പം ബാക്കിയുള്ള പിന്നെ ഘടകകക്ഷികളെല്ലാം കൊണ്ടൊന്ന് പരിശോധിച്ച് നോക്കൂ, അവരെല്ലാവരും കൂടി ചേരുകയാണ്. അവരെല്ലാം കൂടി ചേരുമ്പോഴത്തേക്ക് ഈ 11 സീറ്റ് എന്ന് പറയുന്നത് ഈസി ആയിട്ട്, അതായത് കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇടതുപക്ഷത്തിന് എത്താൻ കഴിയുന്ന സാഹചര്യമാണ്. ഇവ മാണി ഗ്രൂപ്പിന് തന്നെ വീണ്ടും 15 സീറ്റ് എന്ന് പറയുന്ന ഒരു മോഹത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാം കൂടി പരിഗണിച്ചു കഴിഞ്ഞാലും അവരൊക്കെ വിജയിക്കുന്ന സീറ്റുകളിൽ, പിന്നെ സ്വാഭാവികമായിട്ടും വിജയിക്കുന്ന സീറ്റുകൾ എന്ന് പറഞ്ഞാൽ അവിടെ മാണി ഗ്രൂപ്പ് തെക്കൻ കേരളത്തിലോ അല്ലെ വടക്കൻ കേരളത്തിലോ മത്സരിച്ചാൽ അവിടെയൊക്കെ വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന മാണി ഗ്രൂപ്പിന്റെ പവർ കൊണ്ടായിരിക്കില്ല, അതെല്ലാം പാർട്ടി വോട്ടിന്റെ ഗുണം കൊണ്ടാണ് ജയിക്കുന്നത്. അപ്പൊ എന്ന് പറയുന്ന പോലെ അടിസ്ഥാനപരമായി കുറേയധികം വോട്ട് ബാങ്കുകൾ ഉള്ളത് എപ്പോഴും ഇടതുപക്ഷത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് CPMന്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം. പിന്നെ അതോടൊപ്പം തന്നെ വലിയ ഭിന്നിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഭിന്നിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിശോധിക്കേണ്ടത് പിന്നെ സാമുദായിക വോട്ടുകളിലൊന്നും വലിയ വിള്ളൽ വീണിട്ടില്ല. ഇപ്പൊ അതായത് നമ്മുടെ SNDP പോലെയുള്ള സാമുദായിക വോട്ടുകളിലോ അല്ലെങ്കിൽ അടിസ്ഥാന വോട്ടുകളിലോ ഒന്നും വലിയ മാറ്റമൊന്നും CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലരും CPMൽ നിന്ന് കൊഴിഞ്ഞു പോക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവരാരും തന്നെ CPMന് ഒരു തുരങ്കമായി മാറാൻ സാധ്യതയില്ലാത്തവരാണ്. ഇപ്പം ആയിഷ പോറ്റി പോയി, വലിയ ഗുണമൊന്നുമില്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് വലിയ നഷ്ടമൊന്നും സംഭവിക്കാനില്ലാത്ത ആളുകളാണ് പലപ്പോഴും പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനി ഇത് വരികയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇങ്ങനെ ഒരു ഭയപ്പാടോട് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് UDFന്റെ ഒരു തലയെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണല്ലോ. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സീറ്റുകളിൽ വിജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ വിജയിക്കുമ്പോൾ ഇപ്പം ജോസഫ് ഗ്രൂപ്പിന് ശക്തിയില്ലായ്മ ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. ആ ജോസഫ് ഗ്രൂപ്പ് ശക്തിയില്ലായ്മയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പകരം അവിടെ കോൺഗ്രസിന്റെ തന്നെ ജയസാധ്യതയുള്ള ആൾക്കാരെ നിർത്തുക എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് ജോസഫിന് ശക്തി കുറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക? ഈ പറയുന്ന കുട്ടനാട് നോക്കിക്കഴിഞ്ഞാൽ ജോസഫ് വിഭാഗം അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. എങ്ങനെ തയ്യാറാവും? ആ 4 സീറ്റുകൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പ് ഇവിടെ 6 സീറ്റിലെ മത്സരിക്കൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തവണത്തെ ഒരു ഇലക്ഷന്റെ ഒരു രീതി വെച്ചിട്ടാണ് ഇത്തവണ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാര്യം കഴിഞ്ഞ തവണ 10 കൊടുത്തിട്ട് 2 എണ്ണത്തിലെ വിജയിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടും അവർ തോൽക്കുന്നതോട് എന്താ സംഭവിക്കുന്നത്? ബാക്കി 6 സീറ്റ്, പിന്നെ 8 സീറ്റുകളിൽ 8 സീറ്റിൽ ജയിക്കുന്നത് LDF ആണ്. അവിടെയാണ് പ്രശ്നം. ആ 8 സീറ്റ് കൂടുതൽ LDFനാണ് കിട്ടുക, അല്ലാതെ വേറൊരു ഗുണവും ഇല്ല. അപ്പൊ അങ്ങനെ വലിയ ഭാരിച്ച ഒരു നഷ്ടം എന്തിന് കോൺഗ്രസ് സഹിക്കണം? ഈ പറയുന്ന ജോസഫ് ഗ്രൂപ്പിനെ താങ്ങിക്കൊണ്ട് എന്തിനാണ് ഇത് സഹിക്കേണ്ടത്? അങ്ങനെ സഹിക്കേണ്ട ഒരു ആവശ്യമില്ല. ജോസഫിനെ തള്ളിക്കളഞ്ഞാലും വലിയ നഷ്ടം സംഭവിക്കുന്നില്ല. കൂടി വന്ന 2, ഇനി കൂടി വന്നാൽ ഒരു 3 സീറ്റിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞാലും ആകെ UDFന് ജോസഫ് ഗ്രൂപ്പിനെ കൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത് വെറും 1 സീറ്റിന് മാത്രമായിരിക്കും. അപ്പോഴും പിന്നെ ബാക്കി വരുന്ന 3 സീറ്റുകൾ നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് 6 സീറ്റ് എന്ന് പറയുന്ന നിലയിലേക്ക് ജോസഫിനെ ഒതുക്കി കഴിഞ്ഞാൽ 3 എണ്ണത്തെ വിജയിപ്പിച്ചാൽ സ്ട്രൈക്ക് റേറ്റ് കൂടും. അപ്പം ഇപ്പൊ 50% എന്ന് പറയുന്ന ഒരു സ്ട്രൈക്ക് റേറ്റിലേക്ക് ജോസഫിനെ എത്തിക്കാൻ പറ്റും. അത് മാത്രമേ ഇവിടെ നടക്കൂ. ഇപ്പൊ 8 പേര് പരാജയപ്പെട്ടാലേ 8 സീറ്റിന്റെ നേട്ടം LDFന് കിട്ടും. ഇതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് പരമാവധി കുറച്ച സീറ്റുകളിലേക്ക്, അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് ആ സീറ്റുകളെല്ലാം, ഇതെല്ലാം UDF നിന്നാൽ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിലെ ഒരാൾ നിന്നാൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന സീറ്റുകളാണ്. ഇതിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഇടുക്കി, ചങ്ങനാശ്ശേരി തുടങ്ങിയ ഈ 2 മണ്ഡലങ്ങൾ, ഏറ്റുമാനൂർ, ഈ 3 മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴും ഈ 3 മണ്ഡലങ്ങളിലെ പ്രധാന എതിരാളി മാണി ഗ്രൂപ്പാണ്. അതായത് ഈ 3 മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട എതിരാളികൾ മാണി ഗ്രൂപ്പാണ്. ഈ മാണി ഗ്രൂപ്പിൽ എന്തുകൊണ്ട് എതിരാളികൾ ആയി അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല ഇവിടെ ഏറ്റുമാനൂരല്ല, പിന്നെ ഇവിടെ പിന്നെ ഏറ്റുമാനൂർ മത്സരിച്ച ഇതാണല്ലോ, വാസവനാണല്ലോ. അപ്പൊ ഇവിടെ ഈ 2 ഇടത്ത് ഇടുക്കിയിലും പിന്നെ ഈ ചങ്ങനാശ്ശേരിയിലും വരുന്ന 2 പേരെന്ന് പറയുന്നത് മാണി ഗ്രൂപ്പിൽ പെട്ടവരാണ്. അപ്പം ഇത് സ്വാഭാവികമായിട്ടും ഇവിടെ മറ്റൊരു ചർച്ചയിലേക്ക് പോവാണ്. അതായത് കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ മുന്നണിയിലിട്ട് എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മാണി ഗ്രൂപ്പ് ഇവരെ തഴഞ്ഞുകൊണ്ട് മാണി ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവിൽ ഈ പറയുന്ന മോൻസ് ജോസഫിന്റെ കയ്യിരിപ്പുണ്ട്. ഇപ്പം സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി. ആരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ചോദിച്ചാൽ മോൻസ് ജോസഫിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്.
മോൻസ് ജോസഫ് ചില തീരുമാനങ്ങൾ എടുക്കുന്നു. അതോടൊപ്പം അബു ജോൺ ജോസഫ് എന്ന് പറഞ്ഞ PJ ജോസഫിന്റെ മകൻ, ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് കുറെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഈ തീരുമാനങ്ങളോടെ നടപ്പിലാക്കുന്നു. ഇതിൽ മനം നൊന്നിട്ടാണ് സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറയുന്ന അവരുടെ നേതാവ് തൃണമൂൽ കോൺഗ്രസിൽ അത് രാജിവെച്ചിട്ട് നേരെ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഈ പറയുന്ന വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നിരവധി ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ ഇനി എന്തിന് നമ്മൾ ചുമക്കണം എന്നൊരു ചോദ്യമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. അതുകൊണ്ട് നഷ്ടത്തിന് വേണ്ടിയിട്ടൊരു ഘടകകക്ഷിയെ സഹിക്കാതെ ലാഭം കിട്ടാൻ സാധ്യതയുള്ള ഒരു മുന്നണിയെ ക്ഷണിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് എടുക്കാൻ പോകുന്ന ഒരു പുതിയ തന്ത്രം. ഈ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് മാണി ഗ്രൂപ്പുമായിട്ട് ഇങ്ങനെ ആദ്യം ഉണ്ടാക്കി വെച്ചൊരു പ്രതീതി ഉണ്ടാക്കി വെച്ചു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാടെ തന്നെ ഒരു പ്രതീതി ഉണ്ടാക്കിയത് മാണി ഗ്രൂപ്പ് UDF വരുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി ചില ആൾക്കാരിലൂടെ, ചില സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കള്ളത്തരം പ്രചരിപ്പിച്ചു തുടങ്ങി. അതായത് ഇപ്പം അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം, ഇതോടുകൂടി LDF എന്ന് പറയുന്ന മുന്നണിക്ക് തകർച്ച ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു സൂചന കൊടുക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്ക് ഈ പ്രചരണം കൂടുതൽ ശക്തമാക്കി. കാര്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അപ്പം നമ്മൾ നോക്കാം, ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം സിറ്റിംഗ് സീറ്റുകളെല്ലാം പിടിച്ചെടുത്തു. നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം എനിക്ക് തോന്നുന്നു എല്ലാ സിറ്റിംഗ് സീറ്റുകൾ മാത്രമാണ്. അതിനുശേഷം നിലമ്പൂരിലുള്ള തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. അത് കാര്യം അത് LDFന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അത് പക്ഷേ UDF പിടിച്ചെടുത്തു. അതിനകത്ത് കുറെ വർഗീയത കളിച്ചിട്ടുണ്ടെങ്കിലും UDF ആ സീറ്റ് പിടിച്ചെടുത്തു. UDF ആ സീറ്റ് പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോഴേക്ക് UDF കുറച്ചുകൂടെ ശക്തമാണ് എന്നും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വ്യാപകമായ ഒരു പ്രചരണം കൊടുക്കാൻ UDFനെ കൊണ്ട് സാധിച്ചു. എന്നിട്ട് ഇതിനോടൊപ്പം തന്നെ ചെയ്തൊരു പരിപാടിയാണ് ഇങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുക. അതായത് പൊതുധാരയിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടു നിർത്തുക. അതായത് മാണി ഗ്രൂപ്പ് മുന്നണി വിടുന്നു, LDF വിടുന്നു, ഒരു ചർച്ച ഇങ്ങനെ കൊണ്ടു നടക്കുക. ഈ ചർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രചരണം അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങളടക്കം ഇത് ചർച്ചയിലേക്ക്, പൊതു ചർച്ചയിലേക്ക് കൊണ്ടുവരും. അതുവരെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമാണ് ചർച്ച നടന്നതെങ്കിൽ പിന്നീട് ഇതൊരു മധ്യത്തിലേക്ക്, പൊതുജന മധ്യത്തിലേക്ക് മാണി ഗ്രൂപ്പ് മുന്നണി വിടുന്നു എന്ന് പറയുന്ന ഒരു ചർച്ച കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരുമ്പോൾ പിന്നെ ഇങ്ങനെ തർക്കങ്ങളാണ്. മാധ്യമപ്രവർത്തകർ പോകുന്നു, ജോസ് കെ മാണിയോട് ചോദിക്കുന്നു, ഇങ്ങനെ നിങ്ങൾ അപ്പം പറയുന്നത് ഇല്ല, ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, അപ്പൊ ഇതിങ്ങനെ വിടുന്നു പോകുന്നു എന്ന് പറയുന്ന ഒരു ചർച്ചയിലേക്ക് വരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ടും ഇപ്പൊ തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിന്റെ അവസാനം അത് CPM-നൊരു വലിയ അല്ലെങ്കിൽ LDF-നൊരു പരാജയം ഉണ്ടായപ്പോൾ അവിടെ വീണ്ടും ഈ ചർച്ച പുനരുജ്ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ചർച്ചയാണ്. പക്ഷെ ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചർച്ചകൾ നടന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള തലത്തിലേക്ക് കൊണ്ടുവരുന്നു. കുറെ കാലം ഇങ്ങനെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ജോസ് കെ മാണി എടുക്കുക ചെന്ന്, ജോസ് കെ മാണി ഇന്നുവരെ അത് വ്യക്തമാക്കിയിട്ടില്ല. ജോസ് കെ മാണി ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഞാൻ മുന്നണി വിടാൻ പോകുന്നു, ഞങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തു എന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. സോണിയാഗാന്ധി വിളിച്ചു എന്ന് പറയുന്ന മറ്റൊരു പ്രചരണം കൊണ്ടുവരുന്നു. സോണിയാഗാന്ധിയുടെ AICCയുടെ നേതാവാണ്. അത് കേരള കോൺഗ്രസിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് സോണിയാഗാന്ധി അല്ലല്ലോ. അത് തീരുമാനിക്കേണ്ടത് കേരള കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും അതിന്റെ ഒരു ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഇരിക്കുന്ന ജോസ് കെ മാണിയാണ് തീരുമാനിക്കേണ്ടത് ആരുമായി കൂട്ടുകൂടണം എന്നുള്ള കാര്യം. അപ്പം സോണിയാഗാന്ധി പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഒരു ചർച്ച ഇവിടെ കൊഴിപ്പിച്ചുകൊണ്ട് വരുന്നു. അപ്പം ഇനി ഈ ചർച്ച നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് ചർച്ചയിലേക്ക് പോകും. ചർച്ചയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ജോസ് കെ മാണിയെ ഇതിനകത്തേക്ക് UDF-ലേക്ക് കൊണ്ടുവരികയും പകരം ഈ പറയുന്ന ഇദ്ദേഹത്തെ PJ ജോസഫിനെ കേരള കോൺഗ്രസ് J പതുക്കെ തള്ളുകയും ചെയ്യും. തള്ളുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇവർക്ക് നഷ്ടം സംഭവിക്കാനില്ല. കൂടി വന്ന് ഇവർക്ക് നഷ്ടം വരാൻ പോകുന്ന 2 സീറ്റിന് നഷ്ടമാണ്. ആ നഷ്ടപ്പെടുന്ന സീറ്റ് ഇവര് തീർച്ചയായിട്ടും കോൺഗ്രസ് M-നെ കൊണ്ട് തിരിച്ചു പിടിക്കും. അപ്പൊ ഇവിടെ ലാഭകരമായ കച്ചവടമായി അത് മാറുകയും ചെയ്യും. നഷ്ടം ആർക്കാണെന്ന് വെച്ചാൽ ജോസഫിന് തന്നെ ആയിരിക്കും നഷ്ടം. എന്നാൽ ഈ ജോസഫിനെ ഇവിടെ കൊണ്ടുവന്ന് മുന്നണിയിൽ കൊണ്ടുവന്ന് LDF-ന് നിർത്തി വിജയിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും കുറവാണ്. കാര്യം ഇപ്പൊ തൊടുപുഴയാണെങ്കിലും ഈ പറയുന്ന ഏറ്റുമാനൂർ പിന്നെയും വലിയ കുഴപ്പമില്ല. ചങ്ങനാശ്ശേരിയും ഇടുക്കി, ഇപ്പൊ കുട്ടനാടും വലിയ പ്രശ്നമില്ല. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ NCPയുടെ നേതാവാണ് കുട്ടനാട്ടിലെ MLA എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ തോമസ് കെ തോമസ്, അത് NCP ആണ്. അപ്പം ഈ സീറ്റുകൾ പോകുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. NCPക്ക് എതിരായിട്ട് കോൺഗ്രസ് അവിടെ ഏത് സ്ഥാനാർത്ഥി എടുത്താലും വലിയ കാര്യമൊന്നുമില്ല. അത് NCPയുടെ കോട്ടയാണ് കുട്ടനാട് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ എന്താ പറയാ ബെടക്കാക്കി മാറ്റി ഇവിടെ ജോസഫിനെ കൊണ്ട് പ്രയോജനമില്ലാത്തവരാണ്, കഴിവുകെട്ടവനാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ജോസഫിനെ പുറത്താക്കുക എന്ന് പറയുന്ന ഒരു വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് ശരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജോസഫിന് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ജോസഫ് എന്ന് പറഞ്ഞാൽ VD സതീശനെക്കാട്ടിൽ മുന്നേ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ് തന്നെയാണ്. നാളത്തെ ആ യോഗത്തിൽ ഒരു നിർണായകമായ തീരുമാനം ഉണ്ടാകും. ഇതിലിപ്പോ UDF ഇങ്ങനെ ഒരു അല്ലെ കോൺഗ്രസ് ഇങ്ങനെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും പേരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത്
ജോസഫ് കൂടെ വന്നു കഴിയുമ്പോൾ ജോസഫിന് ഇവിടെ കൂടുതൽ സീറ്റിന്റെ ആവശ്യം വരില്ല. അവിടെ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരാളെ ഇവിടെ 5 സീറ്റ് കൊടുത്താലും മതിയാവും. ഈ 5 സീറ്റിലും കൂടി വിജയിപ്പിക്കാൻ, 5 സീറ്റിൽ ഒരു 3 സീറ്റ് വിജയിപ്പിച്ചാൽ അവിടെ സ്ട്രൈക്ക് റേറ്റ് കൂടും. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അത് ലാഭകരമായ പരിപാടിയാണ്. ഒരു 5 സീറ്റിൽ 3 എണ്ണത്തെ വിജയിപ്പിച്ചാലും ആ സ്ട്രൈക്ക് റേറ്റ് കൂടും. 3 സീറ്റിൽ വിജയിച്ചു, അവിടെ സീറ്റുകൾ നഷ്ടപ്പെടുന്നില്ല. സീറ്റ് കൂടിയൊന്ന് 2 സീറ്റേ നഷ്ടപ്പെടുന്നുള്ളൂ. മാണിയുണ്ട്. അപ്പം ജോസ് കെ മാണിയും പി ജെ ജോസഫും കൂടി കേരളത്തിന്റെ മധ്യ കേരളം മുഴുവൻ പിടിച്ചെടുക്കുകയാണ്. കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ജോസ് കെ മാണിക്കെതിരെ പലയിടത്തും മത്സരിച്ചിട്ടുള്ളത് ജോസഫിൻ ഗ്രൂപ്പാണ്. ഈ പലയിടത്തും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ വയനാട് തുടങ്ങിയ മലയോര മേഖലകളിൽ ഒരു വലിയ ബെൽറ്റ് തന്നെയുണ്ട്. ഈ ബെൽറ്റുകളിലെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസിന് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. കാര്യം ഇതൊരു കുടിയേറ്റ മേഖലയാണ്. അവിടങ്ങളിലെ ഈ വടക്ക് കിഴക്കൻ മേഖലകളെല്ലാം കൂടുതലും കുടിയേറ്റക്കാരായി. കോട്ടയം, മധ്യ കേരളത്തിൽ നിന്ന് കുടിയേറി താമസിച്ച ഒരു വലിയ വിഭാഗം കർഷകരുണ്ട്. ആ വോട്ടുകൾ പിടിക്കാനും ഈ പറയുന്ന കേരള കോൺഗ്രസിനെ കൊണ്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും CPM അല്ലെങ്കിൽ എല്ലാവരും ലക്ഷ്യം വെക്കുന്നത് ഇത് തന്നെയാണ്. കേരള കോൺഗ്രസിനെ കിട്ടുന്നതുകൊണ്ട് എന്താണ് നേട്ടം എന്നുള്ള ഒരു ചോദ്യത്തിൽ ഇപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു ഏരിയയാണ് എറണാകുളം, കോട്ടയം, ഇടുക്കി തുടങ്ങിയ മേഖലകൾ. അവിടങ്ങളിൽ ഒരു പിടിപാടുണ്ടാക്കുക. അപ്പൊ എറണാകുളം പോയിക്കോട്ടെ, എറണാകുളത്ത് പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ സഭയുടെ കൂടെ തീരുമാനങ്ങൾ എറണാകുളത്ത് സഭാ താല്പര്യങ്ങൾ കൂടി അവിടെ ചേർന്ന് വരും. ഇവിടെ കേരള കോൺഗ്രസിന്റെ കൈ നിൽക്കുന്ന ഒരു ഏരിയയാണ് ഈ എറണാകുളത്തിന്റെ കിഴക്കൻ മേഖല. അതോടൊപ്പം തന്നെ കോട്ടയം, ഇടുക്കി, ഈ മേഖലകളെല്ലാം കൂടെ ചേർന്ന് വരുന്നത് ഒരു കേരള കോൺഗ്രസിന്റെ മേഖല തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പം അവിടെ നിന്നുള്ള വോട്ട് എങ്ങനെ അനുകൂലമാക്കി മാറ്റാം എന്നുള്ളതായിരിക്കും പലപ്പോഴും ഈ UDF-ഉം ഇവിടെ കോൺഗ്രസ് ചിന്തിക്കുന്നതും അതോടൊപ്പം തന്നെ CPM ചിന്തിക്കുന്നത് അല്ലെങ്കിൽ LDF ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഇക്കാര്യത്തിൽ നടക്കുമെന്നുള്ള കാര്യം. പിന്നെ ജോസഫ് തന്നെ പൂർണ്ണമായി ഒഴിവാക്കുന്നു എന്നൊരു തോന്നൽ ജോസഫിന് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോസഫ് മുന്നണി വിടാനുള്ള സാധ്യതയുണ്ട്. കാര്യം ജോസഫിന് അതൊരു പുത്തിരിയല്ല. ജോസഫ് ഇതിനു മുൻപ് നയനാറിന്റെ കാലഘട്ടത്തിൽ പിന്നെ LDF-ൽ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് കേരള കോൺഗ്രസിന്റെ. അപ്പം അതുകൊണ്ട് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം LDF-ലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആലോചനയുടെ ആവശ്യമില്ല. CPM കുറച്ചധികം ആലോചിക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ.